രാവിലെ ധൃതി പിടിച്ചുള്ള റെഡിയാവലാണ്. വേറൊന്നുമല്ല, ഞങ്ങൾക്കിത് പാസ്പോർട്ടിന് അപ്പോയിൻമെൻ്റ് ഉണ്ട്. മിന്നുവിൻ്റെ പാസ്പോർട്ട് റിന്യൂവലാണ്. അപ്പോൾ അതിനുള്ള പരിപാടിയാണ്. ഷടപടി എന്നാണ്. എനിക്കിന്ന് നൈറ്റ് ഉണ്ടായിരുന്ന ദിവസം. നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് വേണം പോകാൻ. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂറേ ഉള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം കേട്ടോ. ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. താഴെ അതിൻ്റെ ബഹളമാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെന്നൊക്കെ വേണം നമുക്ക് നോക്കാം കേട്ടോ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വലിയൊരു ടാസ്ക്കാണ്. പ്രത്യേകിച്ച് രാവിലെ പോകേണ്ട സമയങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വിറ്റാമിൻസൊക്കെ തന്നെയാണ് അതേ കഴിക്കത്തുള്ളൂ. പിന്നെ എങ്ങോട്ടും പോകാൻ വളരെ പെട്ടെന്ന് റെഡി ആയിക്കോളും വേണം. അതാണ് വലിയൊരു ബെനിഫിറ്റ്. ഷൂവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സെലക്ഷൻ ഒക്കെ പുള്ളിക്ക് തന്നെ വിട്ടു. വേറെ ഇടാനൊന്നും സമയമില്ല. ഞങ്ങൾ രാവിലെ പോകാൻ വേണ്ടി എല്ലാം റെഡിയായി. ധൃതി പിടിച്ചുള്ള റെഡിയാവലൊക്കെയാണ്. എന്നാലും ഞങ്ങൾ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സമയത്ത് വണ്ടിയിലോട്ട് കയറി. ബ്രാഡ്ഫോർഡിന് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. പാസ്പോർട്ട് റിന്യൂവലിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇവിടെ പിള്ളേരുടെ പാസ്പോർട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് 3 കോൺസുലേറ്റ് ആണ് വരുന്നത്. ബർമിംഗ്ഹാം കോൺസുലേറ്റ് ഉണ്ട്, ലണ്ടൻ മെയിൻ വരുന്നതുണ്ട്, എഡിൻബ്രോ ഉണ്ട്. അപ്പം മുന്നേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിൻബ്രോ എടുക്കായിരുന്നു. ഞങ്ങളിവിടെ ഡാർലിംഗ്ടൺ സൈഡാണ് കേട്ടോ. ഡാർലിംഗ്ടൺ സൈഡാണ്. അപ്പോൾ നമ്മൾ ഫോം ഫില്ല് ചെയ്യുമ്പോഴത്തേനും എന്തായാലും മസ്റ്റായിട്ട് നോക്കിയിരിക്കണം എവിടെയാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നതെന്നുള്ളത്. ആ കോൺസുലേറ്റിന്റെ അണ്ടറിൽ വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ. മുന്നേ ഞങ്ങൾക്ക് എഡിൻബ്രോ അലൗഡ് ആയിരുന്നു. പക്ഷേ ഈയിടെ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് പോയിട്ട് അവരിപ്പോൾ അതവിടെ സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ആരെങ്കിലും അവിടേക്ക് പോകുന്നുണ്ടെങ്കിൽ എടുക്കാൻ അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ നിന്നുള്ളത് എടുക്കുന്നതല്ല. അപ്പം നമ്മൾ കറക്റ്റായിട്ട് ഏത് കോൺസുലേറ്റിലാണ് കൊടുക്കുന്നത് നോക്കുക. ഇത് ഞാൻ പറയാൻ കാരണം എനിക്ക് മിന്നുവിന് അപ്പോയിൻമെന്റ് ഇവിടെ ഞങ്ങളുടെ അടുത്ത് എങ്ങും കിട്ടാത്തത് കൊണ്ട് ഞാൻ ലണ്ടനിൽ മിന്നുവിന് അപ്പോയിൻമെന്റ് എടുത്തു ഈ സെയിം ആപ്ലിക്കേഷൻ വെച്ച്. പക്ഷെ അതിൽ ബർമിംഗ്ഹാം കോൺസുലേറ്റിന്റെ ആയിരുന്നോണ്ട് അവരവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു ആപ്ലിക്കേഷൻ റീഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ക്യൂ ആണ്. ആ ഒരു ടൈം ഫ്രെയിമിനുള്ളിൽ അത് ചെയ്യാനും പോസിബിൾ അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആ അപ്പോയിൻമെന്റ് മിസ്സായി. ഞങ്ങൾക്ക് തിരിച്ച് ചെയ്യാൻ പറ്റാതെ തിരിച്ചു പോരേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും ഇത് യൂസ് ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് പറയുന്നത്. നല്ല വെയിലാണ് കേട്ടോ. അതാണ് ഇങ്ങനെ വെട്ടമടിക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു ഫോം അപ്ഡേറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഫോം അപ്ഡേറ്റഡ് ആയത് സിസ്റ്റത്തിൽ അപ്ഡേറ്റഡ് അല്ലായിരുന്നു. പക്ഷെ അതിൽ ഫാദറിന്റെ മദറിന്റെ സൈൻ വേണം. ഞാനും മിന്നും തന്നെയാണ് പോയത്. അപ്പൊ അങ്ങനെ 2 കാര്യങ്ങളിലാണ് ഞങ്ങളുടെ ആ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ നടക്കാതെ പോയത്. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ഹെൽപ്പ് ആവട്ടെ എന്ന് ഓർത്തിട്ടാണ് ഇതിൽ പറയുന്നത്. ഞാൻ അതിന്റെ ചെക്ക് ലിസ്റ്റ് വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നൊക്കെയാ വേണ്ടതെന്ന്. ഇവിടെ ഒരാൾ പുറകിലിരുന്ന് എത്തി നോക്കുന്നുണ്ട്. വെട്ടം അടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ ഒരു കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാസ്പോർട്ടിൻ്റെ കാര്യം പറയാം കേട്ടോ. പാസ്പോർട്ടിന് നമ്മൾ പാസ്പോർട്ട് ആപ്ലിക്കേഷന് പോകുമ്പോൾ ഇത് ഇങ്ങനെ ക്ലിയർ ആയിരിക്കില്ല. നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇത് നമുക്കൊരു ചെക്ക് ലിസ്റ്റ് എന്നും പറഞ്ഞ് കിട്ടും. നമ്മൾ ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരമാണ് കറക്റ്റായിട്ട് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല. കാരണം ഞങ്ങളുടെ ഇളയാളുടെ ഞങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ മാറിപ്പോയെന്ന് വെച്ചാൽ അവളുടെ പാസ്പോർട്ടിന് ഞങ്ങളെല്ലാം ഈ ചെക്ക് ലിസ്റ്റ് പ്രകാരം കൊണ്ടുപോയി അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ അത് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ ശരിയായിരുന്നു. അപ്പോൾ ഈ ചെക്ക് ലിസ്റ്റിൽ കറക്റ്റായിട്ട് അവർ പറയുന്നുണ്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന്. നമ്മൾ ആദ്യം അതിന് നമ്മൾ ഫോം ഫില്ല് ചെയ്യും. HCA ലണ്ടൻ അവിടെ കോൺസുലേറ്റിൽ കയറി നമ്മൾ ഫോം ഫില്ല് ചെയ്യും. ആ ഫോമിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു പ്രിന്റ് ആപ്ലിക്കേഷൻ ചെയ്യാൻ വരും. അപ്പോൾ ആ ആപ്ലിക്കേഷൻ പ്രിന്റ് എടുക്കുക. ആ നമ്പർ വെച്ച് തന്നെ നമ്മളൊരു അപ്പോയിൻമെന്റ് ഷെഡ്യൂൾ ചെയ്യും. ആ അപ്പോയിൻമെന്റ് ഷെഡ്യൂളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ബർമിംഗ്ഹാം കോൺസുലേറ്റിന്റെ അണ്ടറിലാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന്റെ ലൊക്കാലിറ്റിയിൽ വരുന്ന ബ്രാഡ്ഫോർഡോ മാഞ്ചസ്റ്ററോ ലെയ്സ്റ്ററോ അവിടെയൊക്കെ നമുക്ക് ലൊക്കേഷൻ എടുക്കാവുന്നതാണ്. ഇനി അല്ല എഡിൻബ്രോ വരുന്നതെങ്കിൽ അവിടെ എടുക്കുക. പിന്നെ HCA ലണ്ടൻ ആണെങ്കിൽ
അവിടെ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ലെറ്റർ വേണം. പിന്നെ വേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂട്ടത്തിൽ 2 പാസ്പോർട്ട് ഫോട്ടോഗ്രാഫും കൂടെ വേണം. പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ നാട്ടിലെടുക്കുന്ന നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അല്ല. ഇവർക്ക് ഇവിടെ ഇന്ത്യൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഡിഫറൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിലോ ഇവിടെയൊക്കെ ആണെങ്കിൽ സെയിൻസ്ബറിയിലോ മോറിസണിലോ ഒക്കെ ഈ ഫോട്ടോ എടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അപ്പോൾ അതിൻ്റെ അങ്ങനെ തന്നെ ഓപ്ഷൻ ഉണ്ട് സെലക്ട് ചെയ്യാൻ. ഇന്ത്യൻ വിസ, ഇന്ത്യൻ പാസ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് അങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന് ക്ലിയർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഫോട്ടോയും കൂടി എടുക്കുക. പിന്നെ അപ്ലൈ ചെയ്യുന്ന ആളിൻ്റെ കോപ്പി ഓഫ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജ് ഓഫ് പാസ്പോർട്ട്, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന പാസ്പോർട്ട് ഉണ്ടല്ലോ അത് അതിൻ്റെ കോപ്പി എടുത്ത് വെക്കുക. പിന്നെ കോപ്പി ഓഫ് ദ എൻട്രി വിസ ഇഫ് പാസ്പോർട്ട് ഈസ് നോട്ട് ഇഷ്യൂഡ് ഇൻ ലണ്ടൻ. അപ്പം നമ്മുടെ പാസ്പോർട്ട് എനിവേ ഇന്ത്യയിൽ ഇഷ്യൂ ചെയ്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ ആദ്യം വന്ന വിസയുടെ ഒരു പേജ് സ്റ്റാമ്പിങ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുക. പിന്നെ വാലിഡ് UK വിസ. അപ്പോൾ ബയോമെട്രിക് കാർഡ് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ PRP കാർഡ്, ഞങ്ങൾക്ക് PRP കാർഡ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഈ വിസ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുക. പിന്നെ 2 പേരൻസിൻ്റെയും പാസ്പോർട്ടിൻ്റെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പേജ്. പിന്നെ ഫുൾ വേർഷൻ ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്. അത് ഇവിടെ ഉണ്ടായ കുട്ടിയാണെങ്കിൽ അതിൻ്റെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും കൂടെ കാണും, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, പേരൻസിൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ടും അതിൻ്റെ കോപ്പി. പിന്നെ ഉള്ളതാണ് അനക്ഷർ D, അനക്ഷർ E, അനക്ഷർ C വേണ്ട കേട്ടോ, C സിംഗിൾ പേരൻറ്റിൻ്റെ ആണ്. അനക്ഷർ Dയും Eയും. പിന്നെ പേഴ്സണൽ പർട്ടിക്കുലേഴ്സ് ഫോം എന്നും പറഞ്ഞൊരു ഫോമും VFS ഡിക്ലറേഷൻ ഫോമും. ഇത്രയാണ് വേണ്ടത്. ഇത് നമ്മൾ ആ ഇന്ത്യൻ ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ ആ ഫോമിൽ തന്നെ അതിൻ്റെ ലിങ്ക് ഉണ്ട്. ഞാനത് ഇതിൽ അടിയിൽ കൊടുക്കാം. അതിൽ കറക്റ്റായിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക. ഇവർ മൈനർ ആയതുകൊണ്ട് തന്നെ, വലിയ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് തന്നെ നമ്മളായിരിക്കും ഓൺ ബിഹാഫ് സൈൻ ചെയ്യുക. അപ്പോൾ ഇൻ കേസ് നിങ്ങളിൽ ഒരു പേരൻ്റാണ് പോകുന്നതെങ്കിൽ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുന്നേ മറ്റേ ആളുടെ സൈനും കൂടെ എല്ലാ ഫോമിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുക. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ആ സൈൻ വേണം, ഈ സൈൻ വേണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അപ്പോയിൻമെൻറ്റ് മിസ്സാവാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കറക്റ്റായിട്ട് ആ സൈൻ എടുത്തുകൊണ്ട് പോവുക. പിന്നെ ഇതെല്ലാം ഓർഡറിൽ വെച്ച് ഈ ചെക്ക് ലിസ്റ്റും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് നമുക്ക് അവിടെ ചെന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഡിലേ ഇല്ലാതെ കാര്യങ്ങൾ നടന്നു കിട്ടും. പിന്നെ ഉണ്ടല്ലോ, ഈ പാസ്പോർട്ടിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഇതെല്ലാം ഒരു ഫയലാക്കിക്കൊണ്ട് പോവുക. അതിൻ്റെ കൂട്ടത്തിൽ ഈ എടുത്ത ഫോംസിൻ്റെ ഒറിജിനലും കൂടെ, ഒറിജിനൽ എന്ന് പറഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ്, 2 പേരൻസിൻ്റെയും പാസ്പോർട്ടിൻ്റെ ഒറിജിനൽ, അപ്ലൈ ചെയ്യുന്ന ആളിൻ്റെ പാസ്പോർട്ട് ഒറിജിനൽ, BRP കാർഡ്. പിന്നെ നമ്മൾ അതിലൊരു അഡ്രസ് പ്രൂഫ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് കൗൺസിൽ ടാക്സിൻ്റെ അഡ്രസ് പ്രൂഫായിട്ട് വെക്കാവുന്നതാണ്. കൗൺസിൽ ടാക്സിൻ്റെ ഒറിജിനൽ, അതിൻ്റെ കോപ്പി നമ്മൾ എടുക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു സാധനം വേണം, ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒറിജിനലും കൂടി എടുത്തുകൊണ്ട് പോവുക. കാരണം ഇൻ കേസ് അവിടെ ചെന്നവർക്ക് ക്രോസ് ചെക്ക് ചെയ്യാനുള്ള ആവശ്യം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഒറിജിനലും കൂടെ കൊണ്ടുപോകുന്നത്. കാരണം എനിവേ നമ്മൾ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഓഫൊക്കെ അറേഞ്ച് ചെയ്ത് ഇത്രയും ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് പോകുമ്പോഴത്തേനും ചെറിയ കാരണങ്ങൾ കൊണ്ട്, ഒന്നാമത് ഇവിടെ ഭയങ്കര റിജക്ഷൻ കൂടുതലാണ്. കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഫോം അവിടെ കൊടുക്കുമ്പോഴത്തേനും സമയവും ഉണ്ടാവില്ല. ചെറിയ കാര്യങ്ങൾ കൂടി ചിലപ്പോൾ പിന്നെ വരാൻ പറഞ്ഞ് വീണ്ടും നമ്മുടെ ഒരു അപ്പോയിൻമെൻറ്റ് റീഷെഡ്യൂൾ ചെയ്തതിന് വേണ്ടി പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് കറക്റ്റായിട്ട് ഫോംസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറയുന്നത് കേട്ടോ. നല്ല സണ്ണി ആയിട്ടുള്ളൊരു വെതറാണ് കേട്ടോ ഇന്ന്. പുറത്തൊക്കെ കാണാനും നല്ല ഭംഗിയാണ്. എന്നാലും അത്യാവശ്യം തണുപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ ആ മഞ്ഞപ്പാട് എന്തായത്, പോകുന്ന വഴിക്ക് സമ്മർ തുടങ്ങി കഴിഞ്ഞാൽ എല്ലായിടത്തും തന്നെ ഇത് കാണാം കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു മഞ്ഞപ്പട്ട് വിരിച്ചതുപോലെ ഇങ്ങനെ കാണാം. അത് ആകാശവും മഞ്ഞപ്പൂക്കളുമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കിടക്കുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ഒരു വെതർ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം നല്ല സൂര്യനൊക്കെ തിളങ്ങി നിൽക്കുമെങ്കിലും കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ മഴക്കാർ അങ്ങനെയേ വരും. അതാ ഈ ഒരു റോഡിലോട്ട് കയറിയപ്പോൾ ഇച്ചിരി ഒരു മൂടലായി തുടങ്ങി. പക്ഷേ അത് വേറൊരു ഭംഗിയാണ്. 2 സൈഡിലും മരങ്ങളൊക്കെ ആയിട്ട് നേരത്തെ കണ്ടതുപോലെയല്ല, കുറച്ച് ക്ലൗഡി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും.
After 500 yards. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളിവിടെ ഇവിടെ എത്താറായി, ഏകദേശം അടുത്ത് എത്താറായിട്ടുണ്ട്. ഇനി അവിടെ പോയി എത്ര സമയം എടുക്കും എന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പറയാം എന്തായി കാര്യം നടന്നോ എന്നുള്ളത്. ആപ്ലിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പേപ്പറെല്ലാം കറക്റ്റ് ആയിരുന്നു. പക്ഷെ ആകെ ഒരു കാര്യം, നമ്മൾ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എടുത്തിട്ട് പോകുമ്പം ബോത്ത് പേരൻസിന്റെയും കുട്ടിയുടെയും എടുത്തിട്ട് പോകുമ്പോൾ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് എന്നുള്ള പേപ്പർ മാത്രമല്ല, ഷെയർ കോഡും കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പേപ്പർ വേണം നമ്മൾ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബ്രാഡ്ഫോർഡിൽ സമയം ഭയങ്കര ഡിലേ ആയിട്ടുള്ള ഒരു സെന്ററാണ്. എനിക്ക് തോന്നുന്ന എല്ലാ VFS ഓഫീസും അങ്ങനെ തന്നെയാണ്. പേപ്പർ ബാക്കി എല്ലാ പേപ്പറും കറക്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള പേപ്പറുകളാണ് കറക്റ്റായിട്ട് എടുത്തുകൊണ്ട് പോകുന്നെങ്കിൽ നമുക്ക് വലിയ ഡിലേ വരത്തില്ല. പിന്നെ ഓൾറെഡി കാരണം അപ്പോയിന്റ്മെന്റ്സിന് അവിടെ ഡിലേ ആണ്. ഞങ്ങൾക്ക് 11 മണിയുടെ സ്ലോട്ട് ഞങ്ങളെ വിളിച്ചത് തന്നെ 1 മണിക്കാണ്. കാരണം ഞങ്ങൾ ചെല്ലുമ്പോൾ 10 മണിയുടെ സ്ലോട്ട് വിളിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ പിള്ളേരൊക്കെ ഉള്ളവരാണ്, മീൻസ് പിള്ളേരായിട്ടാണ് പോകുന്നതെങ്കിൽ അവർക്കുള്ള ഫുഡും ഒക്കെ ആയിട്ട് പോകണം. അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ കുഞ്ഞു പിള്ളേരാകുമ്പോഴത്തേനും ഇതിനകത്ത് ഭയങ്കര കൺജസ്റ്റഡ് അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം ഭയങ്കര വഴക്കായിരിക്കും. നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ് അതിനകത്ത് കയറി അത്രയും നേരം നിൽക്കുക എന്ന് പറഞ്ഞാല്. സോ അങ്ങനെ പോകുന്നവര് പ്രിപ്പയർ ആയിട്ട് പോവുക. നമ്മൾ പാസ്പോർട്ട് കൊടുത്തില്ലേ മിനുകുട്ടി? എന്നാ അവര് ചെയ്തേ? പാസ്പോർട്ട് ഞങ്ങളിനി തിരിച്ച് അവിടെ നമ്മുടെ കേരള റെസ്റ്റോറന്റ് ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇന്ന് ഫുഡൂടെ കഴിക്കണം എന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ചെറിയൊരു സ്നാക്ക് കഴിച്ച് തിരിച്ചപ്പം ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം ഞങ്ങളുടെ അടുത്ത് തന്നെ മിഡിൽസ്ബ്രോയിൽ മിൻറ്റ് ലീഫ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാമെന്നുള്ള പ്ലാനിൽ ഞങ്ങൾ അവിടെ എത്തി. ഓൾറെഡി വിശപ്പൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇതാ ഒരു ബിരിയാണിയും ഒരു മീനുമാണ് ഓർഡർ ചെയ്തത്. അതും കഴിച്ച് വീട്ടിൽ പോകാമെന്നുള്ള പരിപാടിയാണ്. എല്ലാവരും അടുത്തു ഇത്ര നേരം ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് ഞങ്ങൾ അവിടെ നിന്ന് തന്നെ നജറ്റ്സൊക്കെ വാങ്ങിക്കൊടുത്തുകൊണ്ട് അവർ ഇച്ചിരി ഒന്ന് സെറ്റിൽഡാണ്. അന്നക്കുട്ടിയും ആകെ അലമ്പ് പിടിച്ചൊരു മൂഡായിരുന്നു. അപ്പം അതുകൊണ്ട് എത്രയും വേഗം ഫിനിഷ് ചെയ്ത് വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരവസ്ഥയായി എല്ലാവർക്കും. ഞങ്ങളുടെ മിഡിൽസ്ബ്രോയിൽ മിൻറ്റ് ലൈഫിലാണ് വന്നത്. ഞങ്ങളുടെ വീടിന് അവിടെ നിന്ന് ഒരു 20-25 മിനിറ്റ് കൂടുതലും പ്രോഗ്രാംസിനൊക്കെ ഞങ്ങൾ ഫുഡ് മേടിക്കാറ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇവിടുന്ന് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് വണ്ടി ഓടിക്കാൻ എനിക്ക് കുറച്ച് നേരം ടോണി വണ്ടി തന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ വണ്ടി ഓടിക്കുന്നത്, വലിയ വഴി ഓടിക്കുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ടാറ്റാ ബൈ ബൈ.